നമസ്കാരം. മോർണിംഗ് ന്യൂസിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിൽ മഴ കനക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് 10 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ്. മലയോര മേഖലയിലും തീരമേഖലയിലും ജാഗ്രത തുടരണം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മേഘ്ന മുരളി, കോഴിക്കോട് നിന്ന് മിഥില ബാലൻ, കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, കാസർഗോഡ് നിന്ന് അരുൺ പാറക്കൽ എന്നിവർ ചേരുകയാണ്. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് മേഘനയിലേക്ക് പോവുകയാണ്. മേഘന, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ പലയിടങ്ങളിലും പലതരത്തിലുള്ള മുന്നറിയിപ്പുകളാണ്. തീരമേഖലയ്ക്ക് പ്രത്യേക മുന്നറിയിപ്പുണ്ട്. ഒപ്പം തന്നെ ഉയർന്ന തിരമാല വരും, അതുപോലെ തന്നെ ശക്തമായ കാറ്റുണ്ടാകും. എന്തൊക്കെ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് സംസ്ഥാനത്ത് പൊതുവായി നൽകിയിരിക്കുന്നത്? ഒപ്പം തെക്കൻ കേരളത്തിലെ അവസ്ഥ എന്താണ്? ഇന്നും മഴ തുടരുമെന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ മഴ മുന്നറിയിപ്പ് പ്രകാരം ലഭിക്കുന്ന വിവരം. അതിൽ പ്രധാനമായും ഇന്ന് 2 ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. അത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ്. വടക്കൻ കേരളത്തിലാണ് കൂടുതലും മഴ പെയ്യുമെന്നുള്ളൊരു മുന്നറിയിപ്പ് വരുന്നത്. കഴിഞ്ഞ ദിവസവും മഴ പെയ്തപ്പോൾ കൂടുതൽ ശതമാനം മഴ ലഭിച്ചിരുന്നത് വടക്കൻ കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിൽ ഇനിയും മഴ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുപോലെ തന്നെ 10 ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിൽ ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പുണ്ട്. അതായത് ഇന്നലെ പെയ്തിരുന്ന മഴ അതുപോലെ തന്നെ ശക്തമായി തുടരുമെന്നുള്ളതാണ്. പക്ഷേ എവിടെയും അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പില്ല. എന്നാലും അതിതീവ്ര ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ നാളെ മുതൽ മഴയുടെ ശക്തി കുറയുമെന്നും ഒരു അറിയിപ്പുണ്ട്. അതായത് നാളെ മുതൽ ഒരു ജില്ലകളിലും ഓറഞ്ച് അലേർട്ടോ അല്ലെങ്കിൽ അതിതീവ്ര മുന്നറിയിപ്പോ ഇല്ല. അതുകൊണ്ട് തന്നെ നാളെ മുതൽ മഴ കുറയുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ഏതായാലും കൂടുതലും ശ്രദ്ധ പാലിക്കേണ്ടത് വടക്കൻ കേരളമാണത്. വടക്കൻ ജില്ലകളിലാണ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിതീവ്ര മഴ പെയ്യും. അതുപോലെ തന്നെ വടക്കൻ ജില്ലകളിൽ മഴയുടെ തോത് കൂടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ അതിൽ ഈ തീരദേശ മേഖലകൾ അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ഈ തീരദേശ മേഖലകളിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വെട്ടുകാടും, ശംഖുവും, കൊച്ചുതോപ്പും അടക്കമുള്ള മേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ്. അങ്ങനെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തീരദേശ മേഖലയിലുള്ളവർ ഏതെങ്കിലും തരത്തിൽ മാറി താമസിക്കാൻ അധികൃതർ നിർദ്ദേശിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്കും പോകണമെന്നൊരു നിർദ്ദേശമുണ്ട്. അതുപോലെ തന്നെ ഈ ഉയർന്ന തിരമാലക്കടക്കം സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് ഇനിയും തുടരും. അങ്ങനെ ഒരു ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അതുപോലെ തന്നെ നാളെ മുതൽ മഴ കുറയാനുമുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ 10 ജില്ലകളിൽ യെല്ലോ. മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. 10 ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത്. മിഥില ബാലൻ കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട് നിന്നും. മിഥില, ഈ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണല്ലോ ഓറഞ്ച് അലർട്ടുള്ളത്. കോഴിക്കോട് ഉൾപ്പെടെ മറ്റ് വടക്കൻ ജില്ലകളിലെ മഴ സാഹചര്യം എങ്ങനെയാണ് മിഥില? ഉന്മേഷ്, കോഴിക്കോട് നിന്ന് മഞ്ഞ അലേർട്ടാണ്, യെല്ലോ അലേർട്ടാണ്. അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പില്ല. പക്ഷേ ഇന്നലെ രാത്രി മുതൽ തന്നെ അതിശക്തമായ മഴയുണ്ട്. ഇപ്പോൾ നഗരത്തിൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിലാണ്. കോഴിക്കോട് നഗരത്തിൽ ചാറ്റൽ മഴയാണ്. പക്ഷേ മലയോര മേഖലകളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഇപ്പോഴും അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. മറ്റൊന്ന് താമരശ്ശേരി ചുരത്തിലാണ്. താമരശ്ശേരി ചുരത്തിൽ അപകടാവസ്ഥയിലായ, ശക്തമായ കാറ്റിലും മഴയിലും അപകടാവസ്ഥയിലായ മരങ്ങളുണ്ട്. ആ മരങ്ങൾ ഇന്ന് രാവിലെ മുറിച്ചു മാറ്റും. 9 മണി മുതൽ 12 മണി വരെ. അതുകൊണ്ട് വാഹനങ്ങൾക്ക് ചെറിയ രീതിയിൽ നിയന്ത്രണമുണ്ട്. അത് യാത്രക്കാർ, അതുവഴി പോകുന്ന യാത്രക്കാർ കുറ്റ്യാടി ചുരമോ അല്ലെങ്കിൽ കാണി ചുരമോ അത്തരമുള്ള ചുരങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കണം എന്ന ഒരു നിർദ്ദേശം താമരശ്ശേരി പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന് തീരദേശ മേഖലയാണ്. തീരദേശ മേഖലകളിൽ ഇന്നലെ നമ്മൾ കണ്ടതാണ്, കടലാക്രമണം രൂക്ഷമാണ് അത്താണി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലകളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴ തുടരുന്നത് കൊണ്ട് തന്നെ പുഴകളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഇരുവഴിഞ്ഞിപ്പുഴ, ചെറുപുഴ ഉൾപ്പെടെ, കോരപ്പുഴ ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ, പുഴയോരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, 2 ദിവസം മുൻപ് ചെറുപുഴയിൽ കാണാതായ വയോധികനെ, മാധവൻ നായരെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രതികൂല കാലാവസ്ഥ, ഇന്നലെ രാത്രി വരെ തിരച്ചിൽ നടത്തി. ചെറുപുഴയിൽ ശക്തമായ ഒഴുക്കുണ്ട്. വെള്ളത്തിൻ്റെ അളവും കൂടിക്കൂടി വരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ രാത്രി തിരച്ചിൽ നിർത്തിയത്. ഇന്ന് രാവിലെ അല്പസമയത്തിനകം ആ ഒരു തിരച്ചിലും പുനരാരംഭിക്കും. മുക്കം, ഒപ്പം തന്നെ വെള്ളിമാടുകുന്ന് ഫയർഫോഴ്സും സ്കൂബ ടീമും ചേർന്നായിരിക്കും ഈ ഒരു പരിശോധന നടത്തുക. പിന്നെ മറ്റൊന്ന്, കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ പറഞ്ഞതാണ്, അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് മുൻ വർഷങ്ങളിൽ ഇത്തരത്തിൽ ഉരുൾപൊട്ടലുണ്ടായ, മണ്ണിടിച്ചിലുണ്ടായ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനം വിലങ്ങാട് തന്നെയാണ്. കഴിഞ്ഞ ദിവസം കണ്ടതാണ്, വിലങ്ങാട് പുഴയിലും
വലിയ രീതിയിലുള്ള മലവെള്ളപ്പാച്ചിലുണ്ടായത്. വനത്തിൽ ഇപ്പോഴും അതിശക്തമായ മഴ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ അപകട സാധ്യത ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടുത്തെ ജനങ്ങൾക്കും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുറ്റ്യാടി കാവിലുംപാറ ഭാഗങ്ങളിൽ തൊട്ടിൽപ്പാലം പുഴയിലും കഴിഞ്ഞ ദിവസം മലവെള്ളപ്പാച്ചിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലുള്ള ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് മലയോര മേഖലയിൽ തന്നെയാണ്. നഗരത്തെ അപേക്ഷിച്ച് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മലയോര മേഖലകളിൽ അതിശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. ഉന്മേഷ്, ക്രിസ്റ്റീന. ശരി, മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി അരുൺ പാറക്കൽ കൂടി ചേരുകയാണ് കാസർഗോഡ് നിന്ന്. അരുൺ, ഗുഡ് മോർണിംഗ്. മലയോര മേഖലകൾ ഏറെയുള്ള ഒരു ജില്ലയാണ്. ഇന്ന് ഓറഞ്ച് അലർട്ടാണ്, അവിടെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ. ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. കാസർഗോഡ് ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. കാസർഗോഡ് ഇന്നാണിപ്പോൾ ജില്ലാ കളക്ടർ ഈ സമയത്താണ് അവധി പ്രഖ്യാപിച്ചത്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു വിവരം ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് പലയിടങ്ങളിലും ഒറ്റപ്പെട്ട തീവ്രമായ മഴ എന്നാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് വെള്ളരിക്കുണ്ട് താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ മഴ ഇന്നലെയൊക്കെ ലഭിച്ചത്. ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ വ്യാപകമായ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. നീലേശ്വരത്തൊക്കെ 60ഓളം വീടുകളിൽ വെള്ളം കയറുന്നൊരു സാഹചര്യം ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ വെള്ളം കുറച്ചൊക്കെ ഇറങ്ങുമെന്നൊരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അസ്ഥാനത്താവുമെന്നാണ് തോന്നുന്നത്. കാരണം അതിതീവ്രമായ മഴ ഇന്നും ഉണ്ടായേക്കും എന്നൊരു വിവരമാണ് പുറത്തു വരുന്നത്. ജില്ലയിൽ ഇപ്പോൾ 5 ക്യാമ്പുകളാണ് തുടങ്ങിയിരിക്കുന്നത്. ഈ 5 ക്യാമ്പുകളിലായി 96 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ പുഴകളിലെയൊക്കെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഉപ്പളപ്പുഴ, പുത്തികെ എന്നീ പുഴകളിലൊക്കെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മഞ്ചേശ്വരം ഭാഗങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നു എന്നൊരു വിവരം നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് ഈ ദേശീയപാത കടന്നു പോകുന്ന പ്രദേശങ്ങളിലാണ്. ബേബിഞ്ചയിൽ ഇപ്പോഴും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുവെന്ന് പറയുന്നുണ്ട്. എന്തായാലും അപകട ഭീഷണിയാണ്. അവിടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളരിക്കുണ്ട് താലൂക്കിലെ പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി കോട്ടമലയിലൊക്കെ മണ്ണിടിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയുള്ള 10 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്നൊരു സംശയം തഹസിൽദാർ പങ്കുവച്ചിരുന്നു. അത്തരത്തിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിലെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സജ്ജീകരണങ്ങൾ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടാവുകയാണെങ്കിൽ അവരെ മാറ്റിപ്പാർപ്പിച്ചാൽ മാത്രം മതിയെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നീലേശ്വരത്ത് വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലും ക്യാമ്പുകളൊക്കെ തയ്യാറായിട്ടുണ്ട്. ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ ആ ആളുകളെ അങ്ങോട്ടേക്ക് മാറ്റുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ എന്നാണ് പ്രവചനം. ക്രിസ്റ്റീന, ഉന്മേഷ്. ശരി, അരുൺ പാറക്കലാണ് കാസർഗോഡ് നിന്ന് മഴ സാഹചര്യം സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. കോട്ടയം അതിരമ്പുഴയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. മരം വീണ് നിരവധി വീടുകളാണ് തകർന്നത്. നിരവധി പേരുടെ കൃഷി നശിച്ചു. മഴയും കാറ്റും തുടരുന്നത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങളെല്ലാം പേടിച്ചു. ഇതുപോലെ ആദ്യമായിട്ടൊരു കാറ്റ് കാണുന്നത് കണ്ട് ഓരോ മരങ്ങൾ പിള്ളേരെല്ലാം കഴിഞ്ഞ് കാറുക. ഓരോ മരങ്ങൾ വീഴാൻ തുടങ്ങി. അവിടെ നിന്ന് വീടുന്ന്, ഇവിടുന്ന് ഒന്ന് വീടുന്ന്, നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ ഇവിടുന്ന് ഒന്ന് വീടുന്ന്. കാറ്റ് കാരണം വെളിയിറങ്ങാനും മേല. ഞായറാഴ്ച വൈകുന്നേരം 6 മണിയോടെയാണ് ചുഴലിക്കാറ്റ് അതിരമ്പുഴ മേഖലയിൽ വീശിയടിച്ചത്. ശ്രീകണ്ഠമംഗലം ഭാഗത്തുകൂടി കടന്നുപോയ ചുഴലിക്കാറ്റ് വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. മരങ്ങൾ കടപുഴകി വീടുകളുടെയും മറ്റും മുകളിൽ വീണു. പ്രദേശത്തുള്ള SNDP മന്ദിരത്തിനും കേടുപാടുകൾ സംഭവിച്ചു. കൃഷിയിടങ്ങളും കാറ്റിലും മഴയിലും നശിച്ചിട്ടുണ്ട്. ഒരു മഴ ഒരു കാറ്റും പെട്ടെന്ന് ഒന്നും നമുക്കൊന്നും വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. കാരണം അതുപോലെ ഒരു ഒച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വൈഫ് അത്യാവശ്യമായിട്ട് മേളിലേക്ക് കയറി പോയപ്പോഴാണ് ഈ സാധനം തേക്ക് വീടിനായിട്ട് ഉടനെ ഞങ്ങൾ ഇറങ്ങി ഓടാൻ പറഞ്ഞു. എനിക്ക് ഓടാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അടുക്കള ഭാഗത്ത് ഇരുന്നപ്പം അവിടെ മരം വീണ് കിടക്കുന്നു. ഇപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ ഇവിടെ ഇരുന്നു. പതുക്കെ മരം വന്ന് ഭിത്തിയിലേക്ക് ചാഞ്ഞ് ഈ വാഴയും കാര്യങ്ങളെല്ലാം കുറേയൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെയുണ്ട്. പിന്നെ ബാക്കിയുള്ള ഈ മരങ്ങളെല്ലാം പേർന്ന് ഒരു ദിശ മാത്രം ചുള്ളി പോലെ പോലെ അടിക്കുമായിരുന്നു കാറ്റ്. ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു കാറ്റായിരുന്നു. 10 മിനിറ്റ് നേരം മാത്രമാണ് കാറ്റ് വീശിയടിച്ചത്. വലിയ മരങ്ങളടക്കം കടപുഴകി. പ്രദേശത്ത് വൈദ്യുതി ബന്ധവും തകരാറിലായിട്ടുണ്ട്. എന്നാൽ ആളപായമൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഭയങ്കര ചുഴലിക്കാറ്റ് വരുന്ന പോലെ മൊത്തം ഉള്ള കാറ്റായിരുന്നു. സമയം നിന്നില്ല. 1 മിനിറ്റ് കഷ്ടിച്ച് നിന്നേ ഉള്ളൂ കാറ്റ്. ആ സമയം കൊണ്ട് ഈ പ്രദേശത്തെ മൊത്തം ഈ മരങ്ങളും എല്ലാവർക്കും ഈ വീടൊക്കെ പോയതാണ് വലിയ ഒരു പ്രശ്നമായിരിക്കുന്നത്. കാറ്റിൽ നിലം പൊത്തിയ മരങ്ങൾ വെട്ടിമാറ്റുന്ന ജോലികൾ തുടരുകയാണ്. മഴ ശക്തമായി പെയ്യുന്നത് ഈ ജോലികൾ തടസ്സപ്പെടുത്തുന്നുണ്ട്. വീടിന്റെ അറ്റകുറ്റപ്പണികളും മറ്റും നടത്താൻ നഷ്ടപരിഹാരം എത്രയും വേഗം ലഭ്യമാക്കണമെന്നാണ് ഇവിടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. ടോബി ജോൺസൺ, 24 കോട്ടയം.
എറണാകുളം ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെ കടൽഭിത്തി നിർമ്മിക്കണമെന്ന പൊതു താൽപര്യ ഹർജി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. കോടതി നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ വിവിധ വകുപ്പുകളുടെ യോഗം വിളിച്ചിരുന്നു. കടലാക്രമണവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുള്ള പ്രതിരോധ നടപടികൾ കോടതിയിൽ റിപ്പോർട്ടായി സമർപ്പിക്കും. ചെല്ലാനം സ്വദേശികളാണ് ഹർജി നൽകിയത്. ഇറാൻ ജനതയ്ക്ക് യുദ്ധ മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് തലസ്ഥാന നഗരമായ ടെഹ്റാനിൽ നിന്ന് ജനം അടിയന്തരമായി ഒഴിയണമെന്ന് ആഹ്വാനം. ആണവ കരാറിൽ ഒപ്പിടാത്ത ഇറാൻ മനുഷ്യജീവന് വില കൽപ്പിക്കുന്നില്ല എന്നാണ് ട്രംപിന്റെ കുറ്റപ്പെടുത്തൽ. 5ാം ദിവസവും പോരാട്ടം രൂക്ഷമായി തുടരുകയാണ്. മെറിൻ മേരി ചാക്കോ ഇപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ടൊപ്പം മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നും ചേരും. ആദ്യം മെറിൻ മേരി ചാക്കോയിലേക്കാണ്. മെറിൻ, നിലവിൽ സംഘർഷം അതിരൂക്ഷമാണല്ലോ, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ മെറിൻ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് ഉന്മേഷ്. പശ്ചിമേഷ്യൻ സംഘർഷം അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. കൂടുതൽ സങ്കീർണമാകുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇന്ന് 5ാം ദിവസമായി കടുത്ത പോരാട്ടമാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ നടക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിലായി വരുന്നത് ഇന്നലെ രാത്രി ഉണ്ടായ ഇറാൻ സ്റ്റേറ്റ് ടിവിക്ക് നേരെയുണ്ടായ ആക്രമണമാണ്. തത്സമയ സംപ്രേഷണത്തിന് ഇടെ തന്നെയാണ് ഇറാൻ ടി വി ആയിട്ടുള്ള IRIBക്ക് നേരെ ആക്രമണമുണ്ടായിരിക്കുന്നത്. അതിൽ നിരവധി മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടുവെന്ന് ഇപ്പോൾ ഇറാൻ എംബസി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിനുശേഷം അതിൻ്റെ അവതാരക ഇറങ്ങിപ്പോകുന്നതും തിരിച്ചു വന്ന് വാർത്ത സംപ്രേഷണം ചെയ്യുന്നതുമെല്ലാം തന്നെ അത്തരത്തിലുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. ഇസ്രായേലിനെതിരെ പോരാടുമെന്നും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് നടന്നതെന്നുമാണ് അവതാരക പ്രതികരിച്ചത്. മാത്രവുമല്ല, അതിന് ഇസ്രായേൽ ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുന്നത് ഈയൊരു ടെലിവിഷൻ ആസ്ഥാനം സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു, അതുകൊണ്ട് തന്നെയാണ് അവിടെ ആക്രമണം നടത്തിയെന്ന് തന്നെയാണ് ഇസ്രായേൽ അതിന് വിശദീകരണം നൽകിയിരിക്കുന്നത്. ടെഹ്റാന്റെ ആകാശം ഇസ്രായേലിന്റെ നിയന്ത്രണത്തിനാണെന്നും അന്തിമ വിജയം ഇസ്രായേലിനായിരിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. നേരത്തെ തന്നെ അദ്ദേഹം യുദ്ധം ആദ്യ നാളുകളിൽ തന്നെ പറഞ്ഞിരുന്നു. അതായത് ടെഹ്റാന്റെ ആകാശത്ത് എല്ലാം ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ പറക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണേണ്ടി വരുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് തന്നെയാണ് ഈ ഒരു ആക്രമണത്തിന് ശേഷം നെതന്യാഹുവിന്റെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. തൊട്ടു പിന്നാലെ ഇപ്പോൾ ഇറാൻ തിരിച്ചടി തുടങ്ങിയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ നഗരങ്ങളായിട്ടുള്ള ടെൽ അവീവിലും അതുപോലെ തന്നെ ഹൈഫയിലും കനത്ത മിസൈൽ ആക്രമണം തുടരുകയാണ്. ഈ ഒരു ആക്രമണത്തിൽ 24 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. മാത്രവുമല്ല, ഇസ്രായേൽ ആക്രമണത്തിൽ ടെഹ്റാനിൽ 45 പേർ കൊല്ലപ്പെട്ടെന്നും 3 ഡോക്ടേഴ്സ് ഉൾപ്പെടെ 45 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു വിവരവുമാണ് വരുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയെ വധിക്കുന്നതുവരെ ഈ യുദ്ധം തുടരും. ഖമേനി ആധുനിക കാലത്തെ ഹിറ്റ്ലർ എന്നുമാണ് ഇപ്പോൾ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. യുദ്ധം അതിസങ്കീർണതയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് വരുന്നത്. മാത്രമല്ല, ഇപ്പോൾ തുർക്കി തന്നെ അപലപിച്ചിട്ടുണ്ട്. തുർക്കി പറഞ്ഞത് ഇത്തരത്തിൽ ഇസ്രായേൽ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്തത് ഇസ്രായേലിന് ദുഃഖിക്കേണ്ടി വരും, ഇസ്രായേലിന്റെ പ്രവർത്തികൾക്ക് ഇസ്രായേൽ ദുഃഖിക്കേണ്ടി വരും, യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് തുർക്കിയുടെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതികരണം വരുന്നത്. മാത്രമല്ല, ലോകരാജ്യങ്ങളും ഇത്തരത്തിലുള്ളൊരു ആക്രമണങ്ങളെ വലിയ രീതിയിൽ അപലപിക്കുകയാണ്. എന്തായാലും ഈ മണിക്കൂറുകളിലും കനത്ത പോരാട്ടമാണ്, കനത്ത മിസൈൽ ആക്രമണമാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഇറാന്റെ ഭാഗത്തുനിന്നും തുടരുന്നത്. ഇതിന് പിന്നാലെ തന്നെയാണ് കനത്ത ആക്രമണം തുടരുന്നു എന്നുള്ളത് തന്നെയാണ് വിവരം. ശരി, മെറിൻ മേരി ചാക്കോയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മധു കൊട്ടാരക്കരയുണ്ട് ന്യൂജേഴ്സിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. മധു, ഗുഡ് ഈവനിങ്. കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു അമേരിക്കയുടെ ഒരു മൗനാനുവാദത്തോടെയാണ് ഇസ്രായേലിന്റെ ആക്രമണം എന്ന്. കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു അത് ശരിവെക്കുകയും ചെയ്തു. പക്ഷേ ഇവർ തമ്മിലുള്ള ഒരു വിയോജിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയത്തുള്ള ഖമനയെ വധിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ട്രംപ് ഇതുവരെ ഒരു സമ്മതം നൽകിയിട്ടില്ല എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്താണ് ട്രംപിന്റെ നിലപാട്? അമേരിക്ക നേരിട്ട് ഈ യുദ്ധത്തിലേക്ക് വരാനുള്ളൊരു സാഹചര്യം എന്താണ്? ഈ USS നിമിറ്റ്സ് എന്ന് പറയുന്ന കപ്പലൊക്കെ ദക്ഷിണ ചൈന കടലിൽ നിന്ന് ഇറാന് നേരെ വരുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഉന്മേഷ്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ച് ഇറാനിലെ ഈ സമ്പുഷ്ട യുറേനിയം പ്ലാന്റുകൾ അല്ലെങ്കിൽ ന്യൂക്ലിയർ പ്ലാന്റുകൾ തന്നെയാണ് ഏറ്റവും വലിയ വിഷയം. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് ഇറാനിലെ ഏറ്റവും വലിയ ഈ ന്യൂക്ലിയർ പ്ലാന്റിന് വലിയ തോതിൽ നാശനഷ്ടമുണ്ടായതായി ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സമിതിയുടെ തലവൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ ഈ വെടിനിർത്തൽ നിർബന്ധം ആക്കാൻ അല്ലെങ്കിൽ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുവാൻ ഇറാൻ നേരിട്ട് അമേരിക്കയോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ അടിയന്തര
അടിയന്തര വെടിനിർത്തലിന് ഇസ്രായേലിൽ സ്വാധീനം ചെലുത്തുവാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെടുവാൻ ഇറാൻ, ടെഹ്റാൻ, ഖത്തർ, സൗദി അറേബ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ഇപ്പോൾ G7 ഉച്ചകോടി നടക്കുകയാണ് ആൽബർട്ടയിൽ. അപ്പോൾ ഇറാൻ ജനതയ്ക്ക് അവിടെ നിന്ന് മുന്നറിയിപ്പുമായിട്ട് ഡൊണാൾഡ് ട്രംപ് വന്നിരിക്കുകയാണ്. ഈ തലസ്ഥാന നഗരമായ ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ അടിയന്തരമായിട്ട് ഒഴിഞ്ഞു പോകണമെന്നാണ് ട്രംപിന്റെ ആഹ്വാനം. ആണവ കരാറിൽ ഒപ്പിടാത്ത ഇറാൻ മനുഷ്യജീവന് വില കൽപ്പിക്കുന്നില്ലെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇറാൻ വളരെ നേരത്തെ തന്നെ ഈ കരാറിൽ ഒപ്പിടേണ്ടതായിരുന്നു. അതിനുവേണ്ടി 60 ദിവസം കൊടുത്തിരുന്നു. 61ാമത്തെ ദിവസമാണ് ഈ യുദ്ധം ആരംഭിച്ചതെന്ന് ട്രംപ് പറയുന്നു. ഇറാൻ ഒരിക്കലും ആണവായുധം നിർമ്മിക്കാൻ പാടില്ല. അത് ട്രംപിന്റെ പോളിസിയാ. മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറയുന്ന ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇറാന്റെ ഇതിൽ ഒരു ആണവ ബോംബ് ഉണ്ടാകാൻ പാടില്ലെന്ന് ട്രംപ് പറയുന്നത്. പക്ഷേ കൃഷ്ണ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡൊണാൾഡ് ട്രംപിന്റെ ഈ നാടകീയമായ ഈ പോസ്റ്റിന്, അല്ലെങ്കിൽ കാനഡയിൽ നിന്ന് ഈ 2ാമത്തെ ദിവസം ഈ പങ്കെടുക്കാതെ അത്താഴ വിരുന്നിന് ശേഷം ഇന്ന് ഡൊണാൾഡ് ട്രംപ് തിരിച്ച് വാഷിംഗ്ടണിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റുമായിട്ട് എന്തെങ്കിലും ഇതിന് ബന്ധമുണ്ടോ എന്ന് അറിയത്തില്ല. കാരണം ഈ രാത്രി മുതൽ ഇസ്രയേലിൽ ടെഹ്റാനിൽ ആക്രമണം നടത്തുന്നുണ്ടെങ്കിലും ഇപ്പം ഈ അമേരിക്ക ഇതുവരെയും ഈ ഒരു യുദ്ധത്തിൽ ചേരാൻ വിസമ്മതിച്ചെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് ഈ യുദ്ധം മൂർച്ഛിക്കുന്നത് ട്രംപിന്റെ പോസ്റ്റുമായിട്ട് ബന്ധമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. എന്നാൽ വൈറ്റ് ഹൗസ് ഇപ്പോൾ ഇത് നിഷേധിച്ചിരിക്കുകയാണ്. അമേരിക്ക കക്ഷി ചേരത്തില്ലെന്നാണ് വൈറ്റ് ഹൗസിന്റെ ഏറ്റവും ഒടുവിലത്തെ ഈ പ്രസ്ഥാനം വന്നിരിക്കുന്നത്. ഈ ട്രംപിന്റെ പോസ്റ്റിന് തൊട്ടു പിന്നാലെ ഇറാനിയൻ മാധ്യമങ്ങൾ ടെഹ്റാനിൽ സ്ഫോടനങ്ങളും അതുപോലെ ഈ വ്യോമ പ്രതിരോധ വെടിവെപ്പും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തന്നെയുമല്ല, ട്രംപിന്റെ നാളത്തെ സ്കെഡ്യൂൾ കംപ്ലീറ്റ് മാറിയിരിക്കുകയാണ്. മെക്സിക്കൻ പ്രസിഡന്റും അതുപോലെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായിട്ടൊക്കെ ഉള്ള കൂടിക്കാഴ്ച ഉണ്ട്. അതെല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇതിൽ നേരിട്ട് ഇടപെടുമോ ഇല്ലയോ എന്നുള്ളതിന്റെ ഒരു വലിയ സംശയമുണ്ട്. തെക്കൻ ചൈനയിൽ നിന്ന് അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒരെണ്ണം ആയ നിമിറ്റ്സ് വിയറ്റ്നാമിലേക്ക് പോകേണ്ടതായിരുന്നു. പെട്ടെന്ന് അതിന്റെ യാത്രാഗതി മാറ്റി പശ്ചിമേഷ്യയിലേക്ക് പോവുകയാണ്. ഏതാണ്ട് 60 പോർ വിമാനങ്ങൾ പറന്നുയരാൻ കഴിയുന്ന കപ്പലാണിത്. അതുമാത്രമല്ല, പശ്ചിമേഷ്യയിൽ അമേരിക്ക പൊടുന്നനെ വ്യോമശക്തി വിപുലമാക്കുകയാണ്. എയർ റീഫ്യൂലിങ്ങിനുള്ള തയ്യാറെടുപ്പുകൾ അമേരിക്കൻ എയർഫോഴ്സ് അടിയന്തരമായിട്ട് തുടങ്ങിക്കഴിയുകയും ചെയ്തിരിക്കുകയാണ്. കൃഷ്ണ, ഉന്മേഷ്. മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മെറിൻ മേരി ചാക്കോ തുടരുന്നുണ്ട്. മെറിൻ, നമ്മൾ കണ്ടതാണ് ഇന്നലെയും ഇറാന്റെ ടെലിവിഷൻ ആസ്ഥാനത്തിന് നേരെ ഉണ്ടായ ആക്രമണം. ഒട്ടേറെ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നതാണല്ലോ. പക്ഷെ അപ്പോഴും സംപ്രേഷണം തുടരും എന്നവർ അറിയിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, മെറിൻ? തീർച്ചയായും ഉന്മേഷ്, അതായത് ജനീവ കൺവെൻഷന്റെ കടുത്ത ലംഘനം തന്നെയാണ് നടന്നിരിക്കുന്നത്. യുദ്ധസമയത്ത് ഇത്തരത്തിൽ കുട്ടികളെയും അതേപോലെ തന്നെ മാധ്യമ സ്ഥാപനങ്ങളെയും ആക്രമിക്കരുത് എന്നുള്ള ഒരു കരാറാണ്, അല്ലെങ്കിൽ അതാണ് അതിന്റെ വ്യവസ്ഥ. അതിന്റെ നഗ്നമായ ഒരു ലംഘനം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇറാന്റെ സ്റ്റേറ്റ് ടിവിക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ ആക്രമണത്തിന് ശേഷം അവിടുത്തെ മാധ്യമപ്രവർത്തകർ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു സ്ഥിരീകരണവും ഇപ്പോൾ വന്നിരിക്കുന്നു. അതിന് പിന്നാലെയാണ് അവർ തൊട്ടു പിന്നാലെ ആ സംപ്രേഷണം തരുന്ന ദൃശ്യങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ വ്യക്തമായിരുന്നു. അതായത് ഈ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നതും അതിന് തീ പിടിക്കുന്നതുമെല്ലാം ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. ഇതിന് സംപ്രേഷണം തുടരുമെന്നും ഇസ്രായേലിനെതിരെ പോരാട്ടം തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് തന്നെയാണ് ആ അവതാരക പ്രതികരിച്ചത്. അതായത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനേരെയുള്ള കടന്നുകയറ്റം എന്ന് തന്നെയാണ് അവർ ഇത്തരത്തിൽ പ്രതികരിച്ചത്. മാത്രമല്ല, ചോര പുരണ്ട കൈകളുമായി മാധ്യമപ്രവർത്തകർ പ്രതികരിക്കുന്നത് എല്ലാം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആ ഒരു ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ കടുത്ത ആക്രമണം ഇരുവശങ്ങളിലുമായി തുടരുകയാണ്. നേരത്തെ തന്നെ ഇറാന്റെ എണ്ണപ്പാടങ്ങൾ, അതുപോലെ തന്നെ ആണവ കേന്ദ്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ എന്നിവ, വിമാനത്താവളങ്ങൾ എന്നിവിടങ്ങളെല്ലാം തന്നെയായിരുന്നു ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തിരുന്നത്. തൊട്ടു പിന്നാലെ ഇസ്രായേലിന്റെ ജനവാസ കേന്ദ്രങ്ങളായിട്ടുള്ള, അതായത് ഹൈഫ, അതുപോലെ തന്നെ തുറമുഖ നഗരമായിട്ടുള്ള ഹൈഫ, ടെൽ അവീവ്, ജെറുസലേം എന്നിവിടങ്ങളാണ് ഇസ്രായേലിന്റെ നഗരങ്ങളായിട്ടുള്ള. ഇവിടെയെല്ലാമാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. ഇവിടെയെല്ലാം ഇപ്പോൾ അപായ സൈറൻ മുഴങ്ങുകയാണ്. ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നുള്ള ഒരു നിർദ്ദേശം ഇസ്രായേൽ ഭരണകൂടം അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യം നൽകിയിട്ടുണ്ട്. തൊട്ടു പിന്നാലെ ഇറാനിലും അതുപോലെ തന്നെ ഇരു രാജ്യങ്ങളും തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ 5ാം ദിവസവും അതിസങ്കീർണമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷം നീങ്ങുന്നത് എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇറാൻ പറയുന്നത്, അതായത് ഇസ്രായേലിന് കടുത്ത തിരിച്ചടി നേരിടേണ്ടി വരും. ഇസ്രായേലിന്
ഇസ്രായേലിന് അമേരിക്ക മൂക്ക് കയറിടണം എന്ന് തന്നെയാണ് പറഞ്ഞത്. ഒരു സമാധാനം സ്ഥാപിക്കണമെങ്കിൽ ഒരു ഫോൺ കോളിന്റെ, അതായത് ട്രംപ് ഇവിടെ സമാധാനം സ്ഥാപിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫോൺ കോളിന്റെ ദൂരമാണുള്ളത്. വാഷിംഗ്ടണിൽ നിന്നും ഒരു ഫോൺ കോളാണ് ഇതിന് ആവശ്യമെന്ന് തന്നെയാണ് ഇറാന്റെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായത് ഇസ്രായേലിന്റെ ഇത്തരത്തിലുള്ള ആക്രമണത്തിന് ഏറ്റവും ഹീനമായ തിരിച്ചടിക്ക് ഇസ്രായേൽ തയ്യാറെടുത്തുകൊള്ളൂ എന്നുള്ള മുന്നറിയിപ്പ് ഇറാൻ പ്രസിഡന്റ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. ലോകരാജ്യങ്ങളും ഈ ഒരു ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാവുകയാണ്. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഇറാന്റെ ഔദ്യോഗിക ചാനലായ IRIBയുടെ ആസ്ഥാനം ആക്രമിച്ചിരുന്നു. തിരിച്ച് ഇസ്രയേലിന്റെ ചാനലുകളായ ചാനൽ N12 ചാനൽ നൗ 14 ഒക്കെ തിരിച്ചാക്രമിക്കുമെന്ന് ഇറാനും പറയുന്നുണ്ട്. ട്രംപ് G7 ഉച്ചകോടിയിൽ ഇസ്രയേൽ ഇറാൻ ആക്രമണം നിർത്തണം എന്ന ഒരു പ്രമേയത്തിൽ ഒപ്പുവെച്ചിട്ടുമില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു മെറിൻ മേരി ചാക്കോ, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഇറാൻ ഇസ്രയേൽ സംഘർഷ പശ്ചാത്തലത്തിൽ ടെഹ്റാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. 600 വിദ്യാർത്ഥികളെ ടെഹ്റാനിൽ നിന്ന് ഖോമയിലേക്ക് മാറ്റി. ഉർമിയയിൽ നിന്നും 110 വിദ്യാർത്ഥികളെ അർമേനിയൻ അതിർത്തിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 10,000-ഓളം ഇന്ത്യക്കാരാണ് ടെഹ്റാനിൽ ജോലി ചെയ്യുന്നത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അജീഷ് ജയകുമാറാണ് ചേരുന്നത്. അജീഷ്, ഗുഡ് മോർണിംഗ്. വലിയ ആശങ്കയാണ് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്ക്. ഒപ്പം തന്നെ 10,000-ഓളം ആൾക്കാർ അവിടെ തൊഴിലെടുത്ത് ജീവിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒരു നിർദ്ദേശമൊക്കെ വന്നിരുന്നു. എന്ത് രീതിയിലുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? ക്രിസ്റ്റീന, ഉന്മേഷ്, ഈ പ്രധാനമായും ഈ ആക്രമണം നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. അതിന് വിദ്യാർത്ഥികളുമായി സ്ഥിരമായി ഒരു കമ്മ്യൂണിക്കേഷൻ വിദേശകാര്യ മന്ത്രാലയവും അതേപോലെ തന്നെ ടെഹ്റാനിലുള്ള ഇന്ത്യൻ എംബസിയും നടത്തുന്നുണ്ട്. പ്രധാനമായും അവരുടെ സോഷ്യൽ മീഡിയകൾ അതിൽ വരുന്ന പോസ്റ്റുകളൊക്കെ ഫോളോ ചെയ്യണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. കൂടാതെ തന്നെ അവരുടെ ബന്ധുക്കൾ, കുടുംബാംഗങ്ങളോടൊപ്പം തന്നെ സംസാരിക്കുമ്പോൾ അവർ ആരെങ്കിലും വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ അത് ഈ സർക്കാർ അധികാരം ബന്ധപ്പെട്ടവരുമായി സംസാരിക്കണം. ഇത് അവരുടെ പേര്, വിവരങ്ങൾ, എവിടെയാണ് കുടുങ്ങിക്കിടക്കുന്നത് തുടങ്ങിയ വിവരങ്ങൾ അറിയിക്കണമെന്നൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ ടെഹ്റാനിലെ തന്നെ പ്രധാനപ്പെട്ട 3 സർവകലാശാലയുടെ ഏതാണ്ട് 600-ഓളം വിദ്യാർത്ഥികളെ ഒഴിപ്പിച്ചത്. ക്വാമിലെ ഒരു സുരക്ഷിതമായ താവളത്തേക്ക് ഇവരെ മാറ്റിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ ഉർമിയിലെ 110 വിദ്യാർത്ഥികളെ മാറ്റിയിട്ടുണ്ട്. ഈ ടെഹ്റാനിലുള്ള പ്രധാനമായും മെഡിക്കൽ സർവകലാശാലയിലടക്കം പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഇവരെല്ലാവരും തന്നെ കശ്മീരിലെ സ്വദേശികളാണ്. കശ്മീരിലെ സ്റ്റുഡൻസ് അസോസിയേഷനും ഇവരുടെ ഒഴിപ്പിക്കുന്നതിന് അതിന് നേതൃത്വം നൽകുന്നുണ്ട്. വിദ്യാർത്ഥികളുമായി സജീവമായിട്ട് തന്നെ ഇവർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പല സ്ഥലങ്ങളിലും ഈ കമ്മ്യൂണിക്കേഷൻ പ്രശ്നമുണ്ട്. കാരണം ഇന്റർനെറ്റൊക്കെ അവിടെയൊക്കെ വിച്ഛേദിക്കപ്പെട്ട നിലയിലാണ്. മാത്രമല്ല ബ്ലാക്ക് ഔട്ടുമുണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വിദ്യാർത്ഥികളുമായി കുടുംബാംഗങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷേ തെഹ്റാനിലെ തന്നെ ഇന്ത്യൻ എംബസി അറിയിക്കുന്നത് അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങൾ, അതായത് ഇസ്രായേൽ ആക്രമണം നടന്ന സ്ഥലങ്ങൾ, ഒപ്പം തന്നെ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് അടുത്തുള്ള സർവകലാശാലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഇവരൊക്കെ തന്നെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ തന്നെ തുടരും. നിർദ്ദേശങ്ങൾ കിട്ടുമ്പോൾ മാത്രമേ പുറത്തേക്ക് ഇറങ്ങാവൂ എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ആശങ്ക തന്നെ ഉണ്ട് ഈ സ്ഥലത്ത് ടെഹ്റാനിൽ. പക്ഷേ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ അർമേനിയയിലെ വിദേശകാര്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ അതിർത്തി വഴി റോഡ് മാർഗം വിദ്യാർത്ഥികളെ പുറത്തേക്ക് എത്തിക്കാമെന്ന്, അതിനുശേഷം അർമേനിയ വഴി ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ളൊരു നീക്കമാണ് നടത്തുന്നത്. ഫോൺ സംഭാഷണത്തിൽ അത്തരത്തിൽ ഈ വിദ്യാർത്ഥികളെ നാട്ടിലേക്ക് എത്തിക്കാനുള്ളൊരു നീക്കമാണ് നടത്തുന്നത്. മാത്രമല്ല UAE-യുടെ വിദേശകാര്യമന്ത്രിയുമായി S ജയശങ്കർ സംസാരിച്ചിട്ടുണ്ട് ഈ വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കുന്ന കാര്യത്തിൽ. എന്തായാലും വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്ന നടപടി ഇപ്പോഴും തുടരുകയാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അതേപോലെ തന്നെ ജോലി നോക്കുന്നവരുമാണ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുകയാണ്. അജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി ചില രാജ്യാന്തര വാർത്തകൾ ചുരുക്കത്തിൽ. സ്പെയിനിലെ ബാഴ്സലോണയിൽ വിനോദസഞ്ചാരികൾക്കെതിരെ പ്രതിഷേധവുമായി നിരത്തിലിറങ്ങി തദ്ദേശവാസികൾ. പ്രതിഷേധം ടൂറിസം സാധാരണ ജീവിതത്തെ ദുസ്സഹമാക്കുന്നുവെന്ന് ആരോപിച്ചു. ബ്രിട്ടീഷ് ചാരസംഘടനയുടെ തലപ്പത്ത് ആദ്യമായി വനിതയെത്തുന്നു. MI6 മേധാവിയായി ബ്ലേസ് മെട്രവേലിയെ നിയമിച്ച പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. മെക്സിക്കോയിൽ മുനിസിപ്പാലിറ്റി മേയറെ കൊലപ്പെടുത്തിയ അജ്ഞാത സംഘം ആക്രമണത്തിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്ക്. ഉഗാണ്ടയിൽ പൗരന്മാരെ പട്ടാള വിചാരണയ്ക്ക് വിധേയരാക്കുന്ന നിയമത്തിൽ ഒപ്പുവെച്ച് പ്രസിഡന്റ് യുവരി മുസവനി. സമാനമായ നിയമം ജനുവരിയിൽ സുപ്രീം കോടതി റദ്ദാക്കിയതിന് പിന്നാലെയാണ് പ്രസിഡന്റ് പുതിയ നിയമത്തിൽ ഒപ്പുവെച്ചത്.
ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 29ആയി. മിന്നൽ പ്രളയത്തിൽ നിരവധി വീടുകളും റോഡുകളും നശിച്ചു. കടലാക്രമണത്തിൽ വീടുകൾ തകർന്ന എറണാകുളം കണ്ണമാലിയിൽ നാട്ടുകാരുടെ പ്രതിഷേധം. വള്ളവും വലയുമായി നാട്ടുകാർ ഇപ്പോൾ റോഡ് ഉപരോധിക്കുകയാണ്. വിവരങ്ങളുമായി കണ്ണമാലിയിൽ നിന്ന് നിതിൻ അംബുജനാണ് ചേരുന്നത്. നിതിൻ, ഗുഡ് മോർണിംഗ്. കുറേ വർഷങ്ങളായി കണ്ണമാലിക്കാര് ഉയർത്തുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പോൾ അവർ റോഡ് ഉപരോധിക്കുകയാണ്. ഏത് രീതിയിലാണ് ഈ ഉപരോധം നടക്കുന്നത്? ഉന്മേഷ്, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. കാലവർഷം ശക്തമായാൽ കടലാക്രമണം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു ജനതയാണ് കണ്ണമാലിയിലേത്. കടലാക്രമണത്തിന്റെ ഭീകരാവസ്ഥ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു ജനത. ഇന്നലെ അടക്കം വലിയ പ്രതിഷേധം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തടക്കം ഇന്നലെ ഈ കടൽ കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഏതാണ്ട് 100 മീറ്റർ മാത്രമേ ഈ കടലിലേക്കുള്ള ദൂരം. പക്ഷേ ഈ റോഡിലെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ വള്ളവും അതോടൊപ്പം തന്നെ വലയും മരത്തടികളെല്ലാം ഇപ്പോൾ നാട്ടുകാർ റോഡ് ഉപരോധം ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 6 മണി മുതലാണ് ഈ മേഖലയിൽ റോഡ് ഉപരോധം ആരംഭിച്ചത്. ഇപ്പോൾ ഇന്നലെ രാത്രി 8 മണിക്ക് ശേഷം കടൽ ഇറങ്ങി. അത് പിന്നീട് ശാന്തമായെങ്കിലും ഇനി വരും മണിക്കൂറുകളിൽ കടൽ കയറി വീണ്ടും ദുരവസ്ഥയിലേക്ക് പോകുമെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. എന്തായാലും നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനിയുള്ള മണിക്കൂറുകളിലടക്കം വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. ഒരു വണ്ടി പോലും അപ്പുറത്തേക്ക് കടത്തിവിടില്ല. ആ നിലയിലുള്ള പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ പോയിട്ടുണ്ട്. നമുക്ക് ഇവരുടെ സാഹചര്യം അങ്ങനെയായിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കടലാക്രമണം, വീടുകളിൽ വെള്ളം കയറുന്നു, അവരുടെ സ്ഥിതിയൊക്കെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അധികൃതരുടെ ഭാഗത്ത് ഇപ്പോഴും കണ്ണു തുറന്നിട്ടില്ല. അതിന്റെ ഭാഗമായി തന്നെയാണ് നാട്ടുകാരടക്കം ഇപ്പോൾ ഇവിടെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ചേട്ടാ, ഏത് തരത്തിലായിരിക്കും ഇന്നത്തെ പ്രതിഷേധം? ഇന്ന് വണ്ടികളൊന്നും ഇവിടെ വിടില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ അത്രയും ദുരിതം ഇവിടെ ഞങ്ങളെല്ലാവരും അനുഭവിക്കണേ. അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇതിൽ പോയി നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ജനങ്ങളാരെയും ദ്രോഹിക്കാൻ വേണ്ടി ഒന്നുമല്ല ഇത് ചെയ്യുന്നത്. നമ്മളുടെ ദുരിതങ്ങളെല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതായത് ആരെയും ദ്രോഹിക്കാനോ ഞങ്ങൾക്ക് ആർക്കും ഉദ്ദേശമില്ല. ഞങ്ങളുടെ ദുരിതം നിങ്ങളെല്ലാവരും കണ്ട് ഞങ്ങളൊന്ന് സഹായിക്കും. അത് ഞങ്ങൾക്ക് പറയാനുള്ളൂ. വലിയ വന്ന വലിയ ദുരിതമാണല്ലോ. ദുരിതമാണ്. ഇപ്പോൾ തുടങ്ങാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കാണാം ഇവിടുത്തെ ദുരിതാവസ്ഥ എല്ലാ സീനും. എന്തായാലും നാട്ടുകാരുടെ ആ നിലയിലൊരു പ്രതിഷേധത്തിലേക്ക് എന്തായാലും ഇപ്പോൾ കടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ പോലീസെല്ലാം തന്നെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഈ കടലാക്രമണം ഈ രൂക്ഷമായതിൻ്റെ ബാക്കി പത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്നു. ഈ കാണുന്ന സ്ഥലത്തൊക്കെ ഇനിയുള്ള മണിക്കൂറുകളിൽ ഇങ്ങനെ വെള്ളം കയറാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്ന് ഇവർ കാലങ്ങളായി പറയുന്നു. പക്ഷേ ആ ഒരു നിലയിലേക്ക് എന്തായാലും അധികൃതർ ഇതുവരെ കണ്ടു തുറന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളൊക്കെ തന്നെ കാലവർഷത്തിന് മുന്നോടിയായി ജിയോ ബാഗുകൾ സ്ഥാപിച്ചു. അല്പം ഒരു പ്രതിരോധ മാർഗങ്ങളെല്ലാം തന്നെ ഈ കടലാക്രമണത്തിനെതിരെ സ്വീകരിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതും ഉണ്ടായില്ല എന്ന ഒരു പ്രതിഷേധമാണ് നാട്ടുകാരനെ ഈ നിലയിലേക്ക് ഈ റോഡ് ഉപരോധം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചത്. ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 5 മണിക്ക് ആരംഭിച്ച റോഡ് ഉപരോധം പിന്നീട് മണിക്കൂറുകളോളം നീണ്ടിരുന്നു. രാത്രി 8 മണിക്കൂറിലാണ് ആ റോഡ് ഉപരോധം എല്ലാം തന്നെ അവസാനിച്ചത്. ചേട്ടാ, ഇങ്ങനെയാണ് ഇവിടെ എല്ലാം വെള്ളം കയറിയിട്ട് വലിയ ദുരിതമാണ്. വെള്ളം കയറുകയെന്ന് പറഞ്ഞാൽ ഈ റോഡിൽ ഇരിക്കുന്ന സാധനങ്ങൾ നിങ്ങൾ കണ്ടാൽ മതി. ഈ റോഡിൽ വന്നിരിക്കുന്ന ഈ സാധനങ്ങൾ കണ്ടാൽ മതി. അത്രയും വെള്ളമാണ് ഈ റോഡിൽ. ഇത്രയും വെള്ളം വന്നെങ്കിൽ ഈ പടിഞ്ഞാറ് വശത്തുള്ള വീടുകളിലേക്ക് എന്തോരം വെള്ളം ഉണ്ടെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒന്ന് ചെന്ന് നോക്കിയാൽ അറിയാൻ പറ്റും എന്തോരം വെള്ളം അവിടെ ഉണ്ടായിരുന്നു എന്നല്ല അതിൻ്റെ അടയാളം. ഇത് ചെറിയൊരു പരിഹാരം കിട്ടിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇനി ഈ സമയമാകുമ്പോഴാണ് ഇവർ വന്നു വെച്ചാൽ ഓരോ കാര്യങ്ങൾ ചെയ്തു തരാം, അത് ചെയ്തു തരാം, ഇത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ സമയത്ത് ചെയ്ത ഒരു കാര്യം നിൽക്കുകയില്ല. ഇവിടെ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം തന്നെ ഇതിന് ചെയ്ത് കിട്ടിയാൽ നേരിടുന്ന കാലങ്ങളായെന്ന് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 10-25 വർഷമായിട്ടുണ്ടാവും ഈ കടൽ ഭിത്തി ഒന്ന് പുനർനിർമ്മിച്ചിട്ട്. ഒരു 25 വർഷത്തിന് മേലായിട്ടുണ്ടാവും. എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞാൻ കണ്ടിട്ട് നിൽക്കുന്നതാണ്. ഒരു 25 വർഷത്തിന് മേലായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ ഈ കടൽ ഭിത്തി ഒന്ന് പുനർനിർമ്മിച്ചിട്ട്. ഇടിഞ്ഞു പോകുന്ന ഭാഗങ്ങൾ പോലും ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. അതൊക്കെ ഒന്ന് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ, അതായത് കടലാക്രമണത്തിന് മുമ്പ് ഈ ഒരു മാസത്തിന് മുമ്പ് ഇത് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായാലോ ഞങ്ങൾക്ക്. ഇന്നലത്തെ ഓരോ വീടുകളിൽ കാണുന്ന കാഴ്ച ഉണ്ടായത് കുഞ്ഞു പിള്ളേരെ എടുത്തിട്ട് അമ്മമാരിന്ന് കരയുന്ന അത്രയും ഒരു ശരിക്കും പറഞ്ഞൊരു ശാശ്വത പരിഹാരം കിട്ടണം. എന്നാലും ഞങ്ങൾക്ക് ഇവിടുന്ന് ഞങ്ങൾ ഇത് മാറാൻ ഉദ്ദേശമുള്ളൂ. ഞങ്ങൾക്ക് ഇവിടുന്ന് വർഷങ്ങളായി അനുഭവിക്കുന്ന ഒരു ദുരിതമാണ്. ആ ഒരു ദുരിതത്തിന്റെ എല്ലാം തന്നെ സങ്കടം ഇദ്ദേഹത്തിന്റെ മുഖത്തുണ്ട്. ഇന്നലെ നമ്മുടെ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടിരുന്നു. ചെറിയ കുട്ടികളുമായി തന്നെ സ്ത്രീകളടക്കം ഈ പേടിച്ച് വിറച്ച് ഇങ്ങോട്ടേക്ക് ഈ റോഡിലേക്കെല്ലാം തന്നെ വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകൾ ഇങ്ങനെ പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം. നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയും ഇതുപോലെ തന്നെ കടലാക്രമണം ഉണ്ടായിരുന്നു. പിന്നീട് അല്പം ഈ മഴ മാറിയ സാഹചര്യത്തിൽ വീടുകളെല്ലാം തന്നെ വൃത്തിയാക്കി വീട്ടുകാർ അതിലേക്ക് താമസം ആരംഭിച്ചു. പിന്നീടാണ് വീണ്ടും 3 ദിവസം മുൻപ് അതിശക്തമായ കടലാക്രമണം വീണ്ടും ഉണ്ടായത്. അങ്ങനെ ഭാഗികമായി നിരവധി വീടുകൾ ഈ കടൽ തീരത്ത് തകർത്തിട്ടുണ്ട്. അതേ തുടർന്നാണ് ഇപ്പോൾ നാട്ടുകാർ സഹികെട്ട് ഈ നിലയിലേക്ക് ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. എന്തായാലും ഇന്ന് ദിവസം മുഴുവൻ ഇവിടെ ഈ ഷാപ്പുപടിക്ക് ഭാഗത്ത് ഈ റോഡ് ഉപരോധിച്ച് നാട്ടുകാർ വലിയ ശക്തമായ പ്രതിഷേധമായി മുന്നോട്ട് പോകും. പോലീസെല്ലാം തന്നെ ഇവിടെ ഇപ്പോൾ ഇതിനെ തന്നെ എത്തിയിട്ടുണ്ട്. രാവിലെ 6 മണിക്കാണ് ഇവിടെ ഈ മേഖലയിൽ പ്രതിഷേധം ആരംഭിച്ചത്. ഉന്മേഷ്, നിതിൻ അംബുജനാണ് ഇപ്പോൾ കണ്ണമാലിയിൽ നിന്ന് തത്സമയം ചേർന്ന വിവരങ്ങൾ നൽകിയത്. നിലമ്പൂരിൽ ഇന്ന് കലാശക്കൊട്ട്.
മൂന്നാഴ്ച നീണ്ട വീറുറ്റ പ്രചാരണങ്ങൾക്കൊടുവിൽ ഇന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം. പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഒരു പകൽ ശേഷിക്കെ വോട്ടുറപ്പിക്കാൻ സർവ്വസന്നാഹങ്ങളുമായി മുന്നണികൾ സജ്ജം. നിലമ്പൂരിലും എടക്കരയിലുമായാണ് കുട്ടിക്കലാശം കേന്ദ്രീകരിക്കുക. വിപിൻ സി വിജയൻ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിപിൻ, അങ്ങനെ പരസ്യപ്രചാരണം തീരാൻ പോകുന്നു. മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് നിലമ്പൂർ. എന്തൊക്കെയാണ് മുന്നണികളുടെ പ്രതീക്ഷകൾ? ഇന്നത്തെ കുട്ടിക്കലാശം എങ്ങനെ? വിപിൻ, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. വളരെ ആവേശത്തിൽ തന്നെയാണ് എല്ലാ മുന്നണികളും സർവ്വസന്നാഹങ്ങളുമായി അവർ അവസാനത്തെ വോട്ടും ഉറപ്പിക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. അങ്ങനെ ഇന്ന് കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുകയാണ്. 3 ആഴ്ച നീണ്ട വീറും വാശിയും നിറഞ്ഞിട്ടുള്ള പ്രചാരണം തന്നെയാണ് നിലമ്പൂർ കണ്ടത്. പെരുമഴയായിരുന്നു. അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെ പക്ഷേ ആ തിരഞ്ഞെടുപ്പിന്റെ ചൂട് ഒരു ഘട്ടത്തിൽ പോലും കുറഞ്ഞില്ല എന്ന് വേണം പറയാൻ. ഇന്നിപ്പോൾ കൊട്ടിക്കലാശം നിലമ്പൂരിലും എടക്കരയിലും കേന്ദ്രീകരിച്ചാണ്. ഒരു 4 പഞ്ചായത്തുകളുടെ ഒരു കേന്ദ്രീകരിച്ചുള്ള കൊട്ടിക്കലാശം എടക്കരയിലും മറ്റുള്ളവ നിലമ്പൂർ സിറ്റിയിലും ആയിട്ടാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരേ സ്ഥലത്ത് തന്നെ ആയിരിക്കും, പക്ഷേ പല ഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് പോലീസ് അതിനുള്ള ഒരു സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കനത്ത പോലീസ് സുരക്ഷയിൽ തന്നെയായിരിക്കും ഇന്നത്തെ കൊട്ടിക്കലാശവും നടക്കുക. എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും നിലമ്പൂരിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ക്യാമ്പ് ചെയ്യുകയാണ്. UDF-ന്റെയും LDF-ന്റെയും NDA-യുടെയും എല്ലാം നേതാക്കൾ, ഒപ്പം തന്നെ രാഷ്ട്രീയ കേരളം നിലമ്പൂരിലേക്ക് ചുരുങ്ങിയ 3 ആഴ്ചകൾ എന്ന് തന്നെ പറയാം. കാരണം എല്ലാ നേതാക്കളും ഇവിടെ തന്നെയായിരുന്നു. അതിൽ ആദ്യം മുതൽ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ KC വേണുഗോപാൽ പറഞ്ഞിട്ടുള്ള ക്ഷേമ പെൻഷന്റെ ആ വിവാദം മുതൽ ഇപ്പോൾ PV അൻവറിന്റെ റോഡ് ഷോയിൽ കണ്ടിട്ടുള്ള ഒരു ആൾബലം, അത് ഏതു മുന്നണിയായിരിക്കും ബാധിക്കുക എന്നതുവരെ നീണ്ടുനിന്ന വിവാദങ്ങളുടെ ഒരു പെരുമഴ കൂടിയായിരുന്നു. ഓരോ വിവാദങ്ങൾ വരുമ്പോഴും അതൊക്കെ മുന്നണികളുടെ വാക്പോരത്തിനും കാരണമായി. ആ വാക്പോരൊക്കെ അതിന്റെ ഒരു അവസാനത്തിലേക്ക്, അതിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് എത്തിയിരിക്കുന്നു. നിലമ്പൂർ ജനത ഇനി വിധി എഴുതാൻ പോവുകയാണ്. 2,32,000-ഓളം വോട്ടർമാരാണ് ഉള്ളത്. അവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അതിന് തൊട്ടു മുൻപുള്ള കൊട്ടിക്കലാശമാണ്. അത് കെങ്കേമമാക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് എല്ലാ മുന്നണികളുടെയും. പലരും റോഡ് ഷോ ആയിട്ടാണ് ഈ ഒരു കൊട്ടിക്കലാശത്തിലേക്ക് എത്തിച്ചേരുക. അതിനിടയ്ക്ക് PV അൻവർ ഈ ഒരു കൊട്ടിക്കലാശം വേണ്ട എന്നുള്ള ഒരു ആഹ്വാനമാണ് ചെയ്തിരിക്കുന്നത്. ആ സമയം കൂടി വീട് കയറി വോട്ട് ചോദിക്കണം എന്നുള്ളത് കൂടിയാണ് പ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ അദ്ദേഹം 10:30 ഇന്ന് മാധ്യമങ്ങളെ കാണും എന്നുള്ളതും അറിയിച്ചിരിക്കുന്നു. മറ്റ് 3 മുന്നണികളുടെയും പ്രധാന നേതാക്കളും സ്ഥാനാർത്ഥികളുമായിട്ടുള്ള റോഡ് ഷോ 4 മണി മുതലാണ് ആരംഭിക്കുക. അതിനു മുൻപ് ഒരു ബൈക്ക് റാലി ഉൾപ്പെടെയുള്ളവയാണ് ഓരോ ക്രമീകരണങ്ങളായി ഓരോ മുന്നണികളും ചെയ്തിരിക്കുന്നത്. മഴ മാറി നിൽക്കുകയാണെങ്കിൽ ഒരു വലിയ കൊട്ടിക്കലാശം തന്നെയായിരിക്കും ഉണ്ടാവുക. ഒപ്പം തന്നെ ഇപ്പൊ സമീപകാലത്ത് കണ്ട ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും സജീവമായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും. കാരണം സ്ഥാനാർത്ഥികളൊക്കെ അത്രയും നല്ലൊരു വലിയ പ്രൊഫൈലുള്ളൊരു സ്ഥാനാർത്ഥികളായി തന്നെ ഗംഭീരമായിട്ടുള്ളൊരു കൊട്ടിക്കലാശമാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ശരി, വിപിൻ സി വിജയനാണ് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് പോർമുഖത്ത് രാഷ്ട്രീയ വിവാദങ്ങൾ ഏറെയുണ്ടെങ്കിലും നിലമ്പൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മനുഷ്യ വന്യമൃഗ സംഘർഷമാണ്. നട്ടനനച്ചു വളർത്തുന്നതിനും പോറ്റുന്ന വളർത്തുമൃഗങ്ങളുടെ ജീവനും ഒരു ഉറപ്പുമില്ലാതെ ജീവിക്കേണ്ടി വരുന്ന നിരവധി മനുഷ്യരുണ്ട് നിലമ്പൂരിൽ. കർഷകരല്ല, കളപറിക്കാൻ ഇറങ്ങിയതുമല്ല. ഞാൻ തൽക്കാലം ഈ ആലയിലെത്തിയത് പശുവിനെ കറക്കാനാണ്. നിലമ്പൂരിലെ ഈ തൊഴുത്തിൽ നിന്ന് നിലമ്പൂർ ജനത അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നമുക്കൊന്ന് പരിശോധിക്കാം. VIP പശുക്കളും VIP-കളല്ലാത്ത പശുക്കളും. മതി, എന്നെ കാണിച്ചത് മതി. ക്യാമറ വൈഡ് പോകട്ടെ. ഇതിലൊരു പുതുമയില്ല. കേരളത്തിലെ എല്ലായിടത്തുമുള്ള സാധാരണ പശുക്കൾ, സാധാരണ തൊഴുത്തും. ഇവർ മണ്ഡലത്തിലെ VIP-കളല്ലാത്ത പശുക്കളാണ്. അധിക സുരക്ഷാ ക്രമീകരണങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യമുണ്ട്, ജീവനിൽ ഭയവുമില്ല. നിലമ്പൂർ അങ്ങാടിയിലെ ഈ സാധാ തൊഴുത്തിൽ നിന്ന് നിലമ്പൂരുകാരുടെ യഥാർത്ഥ പ്രശ്നത്തിലേക്കുള്ള യാത്ര. എന്താ കാണിക്കുന്നതല്ലേ? നേരത്തെ രാജേന്ദ്രന്റെ വീട്ടിൽ കണ്ടത് പാവം പശുക്കളാണ്, VIP-കളല്ലാത്ത പശുക്കൾ. പക്ഷെ സ്വാതന്ത്ര്യം ഏറെയുണ്ട്. ഇവിടെ നമ്മൾ കാണാൻ പോകുന്ന VIP പശുക്കളാണ്. ഈ പശുക്കളാണ് യഥാർത്ഥത്തിൽ നിലമ്പൂരിന്റെ നേർസാക്ഷ്യം. എങ്ങനെയാണെന്നല്ലേ, എങ്ങനെ VIP ആയെന്നല്ലേ കാണാം. മാനുപ്പൊട്ടിയിലെ താമിക്കുട്ടിച്ചേട്ടന്റെയും വത്സല ചേച്ചിയുടെയും കുഞ്ഞമ്മയും കുഞ്ഞിപ്പെണ്ണും അമ്മുക്കുട്ടിയുമാണ് തൊഴുത്തിലുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ VIP പശുക്കൾ. സുരക്ഷയ്ക്ക് വേലികളൊക്കെ ഉണ്ട്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ അവർക്ക് ജയിലറയാണ്. രാത്രി ഇരുണ്ടാൽ ഏതെങ്കിലും കടുവയുടെയോ പുലിയുടെയോ വയറ്റിലെ മാംസമാകുമോ എന്ന ഭയാശങ്ക. കൂടിപ്പോ എങ്ങനെ ആക്കിയത്? പുലി വന്നിട്ട് പെട്ടെന്ന് കേറാതിരിക്കാൻ കാട്ടിയതാണ്.
എന്താ ചേട്ടാലും ഞങ്ങൾ ഇറങ്ങാതിരിക്കാൻ പറ്റൂല. ലൈറ്റ് എപ്പോഴും 3 ഓണാക്കി. മനുഷ്യ വന്യമൃഗ സംഘർഷം തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ രാഷ്ട്രീയ പോർമുഖം തുറക്കാനുള്ള ആയുധം മാത്രമായി പോകരുത്. ശാശ്വതമായ പരിഹാരം വേണം. ഈ കാണുന്ന പശുക്കൾക്ക് ഈ ഇരുമ്പഴികളില്ലാതെ കേരളത്തിലെ മറ്റെല്ലാ പശുക്കളെയും പോലെ കഴിയാനാകണം. അതുകൂടി ജനപ്രതിനിധികൾ കണക്കിലെടുക്കണം. ക്യാമറമാൻ സജിൽ ഗുരുവായൂരിനോടൊപ്പം സുഹൈൽ മുഹമ്മദ്, 24 നിലമ്പൂർ. ഗവർണർ വിളിച്ച സർവകലാശാല വൈസ് ചാൻസലർമാരുടെ യോഗം ഇന്ന് ഉച്ചയ്ക്ക് 1:30 രാജ്ഭവനിലാണ് യോഗം. സർവകലാശാലയ്ക്ക് കീഴിലുള്ള അധ്യാപക നിയമനങ്ങളാണ് പ്രധാന അജണ്ട. നിയമനങ്ങളിൽ UGC മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് VC-മാരോട് ഗവർണർ നിർദ്ദേശിക്കും. വിദ്യാർത്ഥി പ്രവേശനം, പരീക്ഷാ നടത്തിപ്പ്, ഫലപ്രഖ്യാപനം എന്നിവയും ചർച്ചയാകും. അക്കാദമിക് കലണ്ടറിലെയും 4 വർഷ ബിരുദ കോഴ്സിലെയും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കോ സെക്രട്ടറിക്കോ സർക്കാർ പ്രതിനിധികൾക്കോ യോഗത്തിലേക്ക് ക്ഷണമില്ല. ഗവർണർ പങ്കെടുക്കുന്ന കേരള സർവകലാശാല സെനറ്റ് യോഗം ഇന്ന് ചേരും. പുതിയ സെനറ്റ് രൂപീകരിച്ച ശേഷം ചേരുന്ന ആദ്യ പൂർണ്ണ യോഗമാണ് ഇന്നത്തേത്. സർവകലാശാല ആസ്ഥാനത്ത് രാവിലെ 8:30-നാണ് യോഗം. ആദ്യം സെനറ്റിലേക്കുള്ള വിദ്യാർത്ഥി പ്രതിനിധി തെരഞ്ഞെടുപ്പാണ്. ഒഴിവുള്ള ഒരു സീറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. 10 മണിയോടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ യോഗത്തെ അഭിസംബോധന ചെയ്യും. ഇത് 2ാം തവണയാണ് ഗവർണർ കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാനെത്തുന്നത്. ഗവർണർക്കെതിരെ SFI പ്രതിഷേധത്തിനും സാധ്യതയുണ്ട്. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ച് ആരോഗ്യ സംരംഭകൻ ഡോക്ടർ ഷംഷീർ വയലിൽ. പരിക്കേറ്റവർക്കും കുടുംബാംഗങ്ങളെ നഷ്ടമായ ഡോക്ടേഴ്സിനും 20 ലക്ഷം രൂപ വീതം നൽകും. BJ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടർമാരുടെ അസോസിയേഷനുമായി ചേർന്ന് സഹായം ആവശ്യമായവരുടെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. മെഡിക്കൽ സമൂഹം ഒറ്റക്കെട്ടായി ഇവർക്കും കുടുംബങ്ങൾക്കും ഒപ്പമുണ്ടെന്ന സന്ദേശം നൽകാനാണ് ഡോക്ടർ ഷംസീർ വയലിൽ ലക്ഷ്യമിടുന്നത്. നോക്കാം ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. പഹൽഗാം ഭീകരാക്രമണത്തിൽ കേന്ദ്ര സർക്കാരിനോട് ചോദ്യങ്ങളുമായി തൃണമൂൽ MP അഭിഷേക് ബാനർജി. ഭീകരർക്ക് എങ്ങനെ അതിർത്തി കടന്ന് ഇന്ത്യൻ മണ്ണിൽ പ്രവേശിക്കാനായെന്ന അഭിഷേക് ബാനർജി. ഇന്റലിജൻസ് വീഴ്ചയെങ്കിൽ ഇന്റലിജൻസ് മേധാവിക്ക് കാലാവധി നീട്ടി നൽകിയത് എന്തിനെന്നും ചോദ്യം. JEE നീറ്റ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യ പരിശീലനം നൽകാൻ ആന്ധ്ര സർക്കാർ. പരിശീലനം നൽകുക 1 ലക്ഷം വിദ്യാർത്ഥികൾക്ക്. ആന്ധ്രാപ്രദേശിൽ ബോട്ട് അപകടത്തിൽ 2 മത്സ്യത്തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. ബോട്ടിലുണ്ടായിരുന്ന 4 പേർ രക്ഷപ്പെട്ടു. സുപ്രീം കോടതിയിലും മദ്രാസ് ഹൈക്കോടതിയിലും തമിഴ് ഔദ്യോഗിക ഭാഷയാക്കണമെന്ന തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. പാർലമെന്റിൽ തമിഴ്നാടിന്റെ പ്രാതിനിധ്യം കുറയാതിരിക്കാൻ സംസ്ഥാനത്ത് ജനസംഖ്യാ നിരക്ക് ഉയരണമെന്നും MK സ്റ്റാലിൻ. DMK-ക്കെതിരെ രൂക്ഷ വിമർശനവുമായി പട്ടാളി മക്കൾ കക്ഷി നേതാവ് അൻപുമണി രാംദാസ്. PMK-ക്കുള്ളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ DMK നേതാക്കൾ ശ്രമിക്കുന്നതായി ആരോപണം. സെൻട്രൽ ടാക്സ്, സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ് തിരുവനന്തപുരം സോണിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ GST കോൺക്ലേവ് സംഘടിപ്പിച്ചു. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ R വെങ്കട്ടരമണി മുഖ്യാതിഥിയായി. ഇന്ത്യയുടെ ചരക്ക് സേവന നികുതിയുടെ ഭാവിയെക്കുറിച്ചും നിലവിലുള്ള സ്ഥിതിഗതികളെക്കുറിച്ചും വിലയിരുത്തുന്നതിനാണ് കോൺക്ലേവ്. നിയമവിദഗ്ധരും ഉന്നത നികുതി ഭരണാധികാരികളും പ്രമുഖ നയനിരൂപകരും പങ്കെടുത്ത കോൺക്ലേവിൽ വിവിധ വിഷയത്തിൽ ചർച്ചകൾ നടന്നു. GST നിയമം, നയം, അനുസരണം, ഭരണം എന്നീ വിഷയങ്ങളിൽ വിദഗ്ധർ സംസാരിച്ചു. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ R വെങ്കടരമണി മുഖ്യപ്രഭാഷണം നടത്തി. You find not one subject of human transaction which has not been exposed to taxation. And that's for good reason. GST നികുതികൾ ലളിതമാക്കൽ, പൗരന്മാരെ ശാക്തീകരിക്കൽ എന്ന വിഷയത്തിലുള്ള സെഷൻ നടന്നു. GSTയുടെ നടത്തിപ്പ് അവലോകനം ചെയ്യുന്നതിനും നയപരവും പ്രവർത്തനപരവുമായ വെല്ലുവിളികൾ വിലയിരുത്തുക, നികുതി ഭരണം കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നീ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള സുപ്രധാന വേദിയായി GST കോൺക്ലേവ് 2025 മാറി. ഇൻഡയറക്ട് ടാക്സ് കമ്മിറ്റി ചെയർമാൻ P രാജേന്ദ്രകുമാർ, TIOL സ്ഥാപക എഡിറ്റർ ശൈലേന്ദ്രകുമാർ തുടങ്ങിയവർ പ്രഭാഷണങ്ങൾ നടത്തി. 24 കൊച്ചി. കോഴിക്കോട് വ്ളോഗർമാരുടെ സംഗമം നടന്നു. ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി സർക്കിൾ സംഘടിപ്പിച്ച ഇൻഫ്ലുവൻസേഴ്സ് അവാർഡ് മീറ്റിൽ ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസും MK രാഘവൻ MPയും മുഖ്യാതിഥികളായി.
മലബാറിലെ 300-ലേറെ യൂട്യൂബർമാർ ക്യാപ്കോൺ സിറ്റിയിൽ ഒരുക്കിയ മീറ്റിൽ നവമാധ്യമ രംഗത്തെ പുതിയ ലോകത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവച്ചു. സിനിമാ താരങ്ങളായ ബിബിൻ ജോർജ്, ഉണ്ണി ലാലു, കാരാടൻ ഗ്രൂപ്പ് ചെയർമാൻ കാരാടൻ സുലൈമാൻ, കേപ്കോൺ ചെയർമാൻ അൻവർ സാദത്ത്, 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം തുടങ്ങിയവർ സംസാരിച്ചു. വ്ളോഗർമാരുടെ കൂട്ടായ്മയായ ICC സെക്രട്ടറി ആഷിഖ് കാലിക്കറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. നവമാധ്യമങ്ങൾ പുതിയ ലോക സാധ്യത തുറക്കുന്നുവെന്നും കരുതലോടെ ഉപയോഗിക്കണമെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. അപ്പോൾ നേരത്തെ വിദ്യാർത്ഥി സംഘടനാ കാലഘട്ടത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ച പലരും സോഷ്യൽ മീഡിയ പ്രവർത്തനം സഹായിക്കാൻ സ്വയം ചെയ്യാറായിരുന്നു. അവരായിരുന്നു ഇലക്ഷന്റെ സോഷ്യൽ മീഡിയയുടെ മേൽനോട്ടം നൽകിയത് സുഹൃത്തുക്കളായിരുന്നു. കേരള കേബിൾ TV ഫെഡറേഷന്റെ 6ാമത് സംസ്ഥാന സമ്മേളനത്തിന് നാളെ കൊച്ചിയിൽ തുടക്കമാകും. രാവിലെ 10:30 GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ടെക്നിക്കൽ ക്ലാസ്, വ്യക്തിത്വ വികസന ക്ലാസ്, ബിസിനസ് ഡെവലപ്മെന്റ് ക്ലാസ് എന്നിവ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. സംഘടന അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടക്കുമെന്നും ഫെഡറേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ K. ചന്ദ്രൻപിള്ളയാണ് GCDA ചെയർമാൻ. അതിന് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ശ്രീകണ്ഠൻ നായരാണ്. ഫ്ലവേഴ്സ് TVൻ്റെ സമ്മേളനം പ്രധാനമായിട്ടും പറയുന്നത് ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിരന്തരമായിട്ട് നമ്മളുടെ ഈ മേഖലയിൽ ഉണ്ടായിട്ടും ഗവൺമെൻറ് തലത്തിൽ നിന്നുള്ള വലിയൊരു ആനുകൂല്യങ്ങളൊന്നും ഇത്രയും കാലമായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ നമ്മുടെ സംസ്ഥാന സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് പൊതുസമ്മേളനത്തിന് മുഹമ്മദ് ഷിയാസ് DCC പ്രസിഡന്റ് എറണാകുളം പങ്കെടുക്കുന്നുണ്ട്. KM ദിനകരൻ ജില്ലാ സെക്രട്ടറി CPIൻ്റെ, അതുപോലെ KS ഷൈജു BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് എറണാകുളം. പത്തനംതിട്ട അടൂരിൽ പുതിയ വലിയ മൈജി ഫ്യൂച്ചർ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. ചലച്ചിത്രതാരം മഹിമ നമ്പ്യാർ പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനൊപ്പം ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസ്, സ്മോൾ അപ്ലയൻസസ്, ഗ്ലാസ് ആൻഡ് ക്രോക്കറി പ്രോഡക്ട്സ് എന്നിവ അടൂർ ബൈപ്പാസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ച ഈ ഫ്യൂച്ചർ ഷോറൂമിൽ ലഭിക്കും. ഏറ്റവും മികച്ച ഓഫറുകളും ആകർഷകമായ വിലക്കുറവുമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടന ദിനത്തിൽ ലാഭം ഈടാക്കാതെയുള്ള വിൽപ്പനയാണ് മൈജി അടൂരിന് സമർപ്പിച്ചത്. ഒപ്പം ഒറിജിനൽ പ്രൊഡക്ട്സ്, ഏറ്റവും വലിയ കളക്ഷൻ, മികച്ച കസ്റ്റമർ കെയർ എന്നിവയിലൂടെ കംപ്ലീറ്റ് ഷോപ്പിംഗ് ആഘോഷത്തിന്റെ ഫ്യൂച്ചറാണ് അടൂരിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നോക്കാം അറിയിപ്പുകൾ. കോഴിക്കോട് ജില്ലാ അക്വാറ്റിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സബ് ജൂനിയർ, ജൂനിയർ നീന്തൽ മത്സരം ഈ മാസം 21-ന് നടക്കാവ് സ്വിമ്മിംഗ് പൂളിൽ നടക്കും. 2008-നും 2018-നും ഇടയിൽ ജനിച്ചവർക്ക് വിവിധ വിഭാഗങ്ങളിലായി മത്സരിക്കും. കണ്ണൂരിൽ രാജ്യാന്തര യോഗാ ദിനത്തോടനുബന്ധിച്ച് മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെയും ഫ്രണ്ട്സ് ഫോർ ക്യാൻസർ കെയറിന്റെയും നേതൃത്വത്തിൽ യോഗാ ബാച്ചിന് തുടക്കം കുറിക്കുന്നു. 21 രാവിലെ 10 മണിക്ക് പുതിയ യോഗാ ബാച്ച് ആരംഭിക്കും. കൊല്ലം കീക്കൊഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ അധ്യാപക ഒഴിവ് ഹിന്ദി വിഭാഗത്തിലേക്ക്. അഭിമുഖം നാളെ. കൊല്ലം ഓമലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവുണ്ട്. കൊമേഴ്സ് വിഷയത്തിലേക്കാണ് ഒഴിവ്. അഭിമുഖം നാളെ നടക്കും. പത്തനംതിട്ട തട്ട NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ് മാത്തമാറ്റിക്സ് വിഭാഗത്തിലേക്ക്. അഭിമുഖം ഈ മാസം 19-ന്. തിരുവനന്തപുരം വെള്ളറട പനച്ചമുട്ടിൽ വീട്ടമ്മയെ കൊന്ന് കുഴിച്ചിട്ട സംഭവത്തിൽ പ്രതികൾക്കായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. 4 ദിവസത്തേക്കാവും പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക. മുഖ്യപ്രതി വിനോദ് ഒറ്റയ്ക്കാണ് പ്രിയമതയെ കൊലപ്പെടുത്തിയതെന്ന് മൊഴി നൽകിയിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് നൽകിയിരിക്കുന്ന മൊഴി. ഇത് കേന്ദ്രീകരിച്ചാകും പോലീസിന്റെ അന്വേഷണം. കൂട്ടുപ്രതിയായ സഹോദരൻ സന്തോഷിന് കൊലപാതകത്തിൽ കൂടുതൽ ഇടപെടലുണ്ടോ എന്നുള്ള കാര്യവും അന്വേഷിക്കും. വിനോദും പ്രിയമതയും തമ്മിലുള്ള ബാങ്ക് ഇടപാടുകളുടെ രേഖകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. CMRL മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മാധ്യമപ്രവർത്തകൻ MR അജയനാണ് ഹർജി നൽകിയത്. ഹർജിയിൽ പൊതു താൽപര്യമില്ലെന്നും രാഷ്ട്രീയാക്രമണമാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രിയും മകൾ T. വീണയും CBI അന്വേഷണത്തെ എതിർത്ത് സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള 2 ഹർജികൾ ഹൈക്കോടതി തള്ളിയിരുന്നു. കോഴക്കേസിൽ പ്രതിയായ ED ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേസ് ഡയറി വിജിലൻസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മുൻകൂർ ജാമ്യാപേക്ഷയിൽ നിലപാട് വ്യക്തമാക്കാത്തതിൽ കഴിഞ്ഞ തവണ ഹൈക്കോടതി വിജിലൻസിനെ വിമർശിച്ചിരുന്നു. ED കേസ് ഒതുക്കി തീർക്കാൻ 2 കോടി രൂപ കോഴ വാങ്ങിയെന്നാണ് വിജിലൻസിന്റെ കേസ്.
കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച ഗീത ഷോജി ഐസക്കിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. പാലാരിവട്ടം മാർത്തോമ ചർച്ചിലാണ് സംസ്കാരം. രാവിലെ 10 മണിക്ക് പൊതുദർശനം ആരംഭിക്കും. 12 മണിക്കാണ് സംസ്കാരം. മൃതദേഹം പാലാരിവട്ടം റെന്നെ മെഡിസിറ്റി ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ മാസം 9-നാണ് കെനിയയിലെ വാഹനാപകടത്തിൽ ഗീത ഷോജി ഐസക് മരിച്ചത്. അപകടത്തിൽ ഭർത്താവിനും മകനും പരിക്കേറ്റുണ്ട്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. എയർ ഇന്ത്യ വിമാനത്തിന് വീണ്ടും സാങ്കേതിക തകരാർ. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് കൊൽക്കത്ത വഴി മുംബൈയിലേക്ക് പുറപ്പെട്ട വിമാനത്തിനാണ് സാങ്കേതിക തകരാർ കണ്ടെത്തിയത്. യാത്രക്കാരെ മറ്റൊരു വിമാനത്തിൽ മുംബൈയിൽ എത്തിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അജീഷ് ജയകുമാറാണ് ചേരുന്നത്. അജീഷ്, ഗുഡ് മോർണിംഗ്. തുടർച്ചയായി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എയർ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്താണ് എയർ ഇന്ത്യക്ക് സംഭവിക്കുന്നത്? ഇപ്പോൾ ഈ വിമാനത്തിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? ക്രിസ്റ്റീന, ഉന്മേഷ്, ഇന്ന് പുലർച്ചെ കൊൽക്കത്ത വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത വിമാനത്തിനാണ് ഈ ഒരു സാങ്കേതിക പ്രശ്നം കണ്ടെത്തിയിട്ടുള്ളത്. എയർ ഇന്ത്യയുടെ AI-180 എന്ന വിമാനമായിരുന്നു ഇത്. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് കൊൽക്കത്ത വഴി മുംബൈയിലേക്ക് വരേണ്ട വിമാനമായിരുന്നു. ഇന്ന് പുലർച്ചെ 12:30 കൊൽക്കത്തയിൽ 12:45 കൊൽക്കത്തയിൽ ലാൻഡ് ചെയ്തു. അപ്പോഴാണ് വിമാനത്തിന്റെ ഒരു എഞ്ചിനിൽ ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടത്. അതിന്റെ ഇടത് എഞ്ചിന്, ലെഫ്റ്റ് സൈഡിലെ എഞ്ചിനിലായിരുന്നു ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ പൈലറ്റ് യാത്രക്കാരോട് നിർദ്ദേശിക്കുകയായിരുന്നു മറ്റൊരു വിമാനത്തിൽ, അതായത് ഈ വിമാനത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. ഉടൻ തന്നെ മറ്റൊരു വിമാന സർവീസ്, ഏതാണ്ട് പുലർച്ചയോടെ തന്നെ മറ്റൊരു വിമാനം ഏർപ്പെടുത്തി ഈ യാത്രക്കാരെ കൊൽക്കത്തയിൽ നിന്നും മുംബൈയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ബോയിങ് 777 വിഭാഗ ശ്രേണിയിൽപ്പെട്ട വിമാനമാണ് ഇത്. എന്തായാലും എയർ ഇന്ത്യയുടെ തുടർച്ചയായി തന്നെ എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ ഈ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അത് ശ്രദ്ധയിൽപ്പെടുന്നത് വലിയ ആശങ്കയാണ് യാത്രക്കാർക്കിടയിൽ ഉണ്ടാക്കുന്നത്. അജീഷ്, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിശദീകരണം എയർ ഇന്ത്യ നൽകിയിട്ടുണ്ടോ? ഔദ്യോഗികമായി അവർ ഇക്കാര്യങ്ങൾ അറിയിക്കുന്നുണ്ടോ? അജീഷ്, എന്താണ് സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട്? ഉന്മേഷ്, ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അവർ തന്നെ അറിയിക്കുന്നത് വിമാനത്തിന്റെ ഒരു എഞ്ചിനിൽ അതിനൊരു സാങ്കേതിക പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടു. യാത്രക്കാരുടെ സുരക്ഷ മുൻകരുതിയാണ് വിമാനം അവിടെ നിന്ന് പിന്നീട് പുറപ്പെടാത്തത്. അതുകൊണ്ടാണ് അവരെ ആ വിമാനത്താവളത്തിൽ നിന്ന് മാറ്റി മറ്റൊരു വിമാനത്തിൽ മുംബൈയിലേക്ക് എത്തിച്ചത്. ആ വിമാനത്തിന്റെ ഒരു എഞ്ചിനിൽ ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടു എന്ന് മാത്രമാണ് എയർ ഇന്ത്യ അറിയിക്കുന്നത്. എന്താണ് ഈ സാങ്കേതിക പിഴവിന്റെ കാരണമെന്നറിയില്ല. എന്തായാലും ഈ സാങ്കേതിക പിഴവ്, ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് യാത്രക്കാരെ മുഴുവനും കൊൽക്കത്ത വിമാനത്താവളത്തിലെത്തിയ ഈ വിമാനത്തിൽ നിന്ന് മാറ്റിയത്. നിലവിൽ ഇപ്പോൾ അവിടെ ഈ സാങ്കേതിക പ്രശ്നം എന്താണെന്ന് ഇത് കണ്ടുപിടിക്കാൻ അവിടെ ഒരു ശ്രമത്തിലാണ് എയർ ഇന്ത്യ ജീവനക്കാരടക്കം അതിലെ സാങ്കേതിക വിദഗ്ധർ നടത്തുന്നത്. എന്തായാലും ആർക്കും വേറെ കാര്യമായ പ്രശ്നമൊന്നുമില്ല. സുരക്ഷിതമായി തന്നെ ലാൻഡ് ചെയ്ത് അത് വീണ്ടും ടേക്ക് ഓഫ് ചെയ്യുന്നതിനുള്ള സമയത്ത് നടത്തിയ പരിശോധനയിലാണ് ഇതിന്റെ ഒരു എഞ്ചിനിൽ ഈ തകരാറ് കണ്ടെത്തിയത്. ശരി, ഡൽഹിയിൽ നിന്ന് അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ഒരു വാർത്ത മിഥില അറിയിക്കുന്നുണ്ട്. കോഴിക്കോട് നിന്ന് മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസുമായി ബന്ധപ്പെട്ട് അതിൽ പ്രതികളായ 2 പോലീസുകാർ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ള വാർത്ത മിഥില ബാലൻ ഇപ്പോൾ കോഴിക്കോട് നിന്ന് അറിയിക്കുന്നുണ്ട്. 2 പേരാണ് മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസുമായി ബന്ധപ്പെട്ട് ഇവർ പ്രതികളാണ്. അവരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. അത് വലിയ വിവാദമുണ്ടാക്കിയ ഒരു കേസാണ്. അതുമായി പോലീസിന് പങ്കുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. അക്കാര്യങ്ങളിലൊക്കെ തെളിവ് ലഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ 2 പേരെയും പ്രതി ചേർത്തത്. അവരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിലാണ് പ്രതികളായ 2 പോലീസുകാർ ഇപ്പോൾ കസ്റ്റഡിയിൽ ആയിരിക്കുന്നത്. അല്പസമയത്തിനകം മിഥില ബാലൻ ചേരുന്നുണ്ട്. മിഥില, 2 പേരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണല്ലോ, 2 പോലീസുകാരെ. വിവരങ്ങൾ? പ്രതികളായ 2 പോലീസുകാരെയാണ് കസ്റ്റഡിയിലുള്ളത്. നടക്കാവ് പോലീസാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇന്നലെ രാത്രിയാണ് ഇവർ പോലീസിന്റെ പിടിയിലായത്. താമരശ്ശേരി പിടിയിലായിട്ടുള്ളത്. പോലീസ് ഡ്രൈവർമാരായ ഷൈജിത്ത്, സനീത്ത് എന്നിവരെയാണ് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഉള്ളത്. ഇവർക്ക് സസ്പെൻഷന് പിന്നാലെ ഇവർ 2 പേരും ഒളിവിൽ പോയിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു അന്വേഷണമായിരുന്നു ഇവർക്കായി പോലീസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇവർക്ക് ഈ സെക്സ് റാക്കറ്റ് സംഘവുമായി നേരിട്ട് ബന്ധമുണ്ട്, സാമ്പത്തിക ഇടപാടുകൾ നടത്തി എന്നതുൾപ്പെടെയുള്ള ഗുരുതരമായ കണ്ടെത്തലുകളായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്ന് അന്വേഷണ വിധേയമായി ഇവരെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ ഇവർ 2 പേരും ഒളിവിൽ പോവുകയായിരുന്നു. വലിയ രീതിയിലുള്ള അന്വേഷണം, ഈ ഷൈജിത്തിന്റെ പാസ്പോർട്ട് കണ്ടുകെട്ടുന്നത് ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം അനുസരിച്ച് താമരശ്ശേരിയിൽ വെച്ചാണ് ഈ 2 പേരെയും പിടികൂടിയിട്ടുള്ളത്. ഇവർ യാത്ര ചെയ്യുന്നതിനിടെ വാഹനം ഉൾപ്പെടെയാണ് കസ്റ്റഡിയിലെടുത്തത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം.
അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. നിലവിൽ ഈ 2 പോലീസുകാരും ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. നടക്കാവ് പോലീസ് സ്റ്റേഷനിലാണ് ഇവർ 2 പേരും ഇപ്പോൾ ഉള്ളത്. ഉന്മേഷ്. ശരി, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ നടപടി. അതിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്തിരുന്നു. ഈ 2 പേരെയും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. മോർണിംഗ് ന്യൂസിന്റെ സമയം പൂർണ്ണമാവുകയാണ്.